ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. മെൻ്റൽ ഹെൽത്ത് നമ്മുടെ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലേ? നമ്മൾ ജീവിതത്തിൽ സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് OCD. എന്താണ് ഈ OCD? നമുക്ക് നോക്കാം. എത്ര ശ്രമിച്ചാലും ചിന്തകൾ ഒഴിവാക്കാനാകാതെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഒരേ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചെയ്യുന്നതായി തോന്നിയിട്ടുണ്ടോ? ഇതാണ് OCD പേഷ്യൻറ്റിൻ്റെ ഒരു ഡെയിലി ലൈഫ് എന്ന് പറയുന്നത്. OCD എന്നത് ഒരു മെൻ്റൽ ഹെൽത്ത് കണ്ടീഷനാണ്. നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത നിങ്ങളുടെ ചിന്തകളും നിങ്ങൾ ആങ്സൈറ്റി കുറയ്ക്കാൻ വേണ്ടി ചെയ്യുന്ന ചില പ്രവർത്തികളും ഇവയെല്ലാം നിങ്ങളുടെ ഡെയിലി ലൈഫിലെ വളരെ ചെറിയ ടാസ്കുകളെ പോലും ബുദ്ധിമുട്ടിലാക്കുന്നു. ഒബ്സഷൻസ്, ആങ്സൈറ്റി, കമ്പൽഷൻസ്, ടെമ്പററി റിലീഫ്, റിപ്പീറ്റ്. ഇതാണ് OCD. നമുക്കറിയാവുന്ന OCD വീണ്ടും വീണ്ടും കൈ കഴുകുക, വീണ്ടും വീണ്ടും വൃത്തിയാക്കുക എന്നൊക്കെ ആയിരിക്കുമല്ലോ. എന്നാൽ അത് മാത്രമല്ല, ചില കാര്യങ്ങൾ ചെയ്തില്ല എന്നുള്ള തോന്നൽ. ഉദാഹരണത്തിന് ഡോർ ലോക്ക് അല്ല, സ്വിച്ച് ഓഫ് അല്ല. ചില കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചെയ്യുക, വീണ്ടും വീണ്ടും ചെക്ക് ചെയ്യുക, വീണ്ടും അറേഞ്ച് ചെയ്യുക. ഇതെല്ലാമാണ് OCD സിംറ്റംസ്. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് OCD ഉണ്ടാവുന്നത്? മെഡിക്കലി പറയുകയാണെങ്കിൽ ബ്രെയിൻ കെമിസ്ട്രി, ജെനറ്റിക്സ്, ലൈഫ് എക്സ്പീരിയൻസസ് ഇതെല്ലാം OCDക്ക് കാരണമാകാം. ചില സ്ട്രെസ്ഫുൾ ഇവൻറ്റ്സ് ജീവിതത്തിൽ നടക്കുന്നതും OCDയെ ട്രിഗർ ചെയ്യാം. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു പേഴ്സണാലിറ്റി ഇഷ്യൂ അല്ല, ഇതൊരു മെൻ്റൽ ഹെൽത്ത് കണ്ടീഷനാണ്. ഇത് ആർക്ക് വേണമെങ്കിലും വരാം. ഒരു മെഡിക്കൽ ഹെൽത്ത് പ്രൊഫഷണലിൻ്റെ ഹെൽപ്പോട് കൂടി നമുക്ക് OCD ഡയഗ്നോസ് ചെയ്യാം. OCD ട്രീറ്റ്മെൻറ്റ് ഒരു കോമ്പിനേഷൻ ട്രീറ്റ്മെൻ്റ് ആണ്. ഇതിൽ മേജറായിട്ട് കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി ആൻഡ് എക്സ്പോഷർ ആൻഡ് റെസ്പോൺസ് പ്രിവെൻഷൻ തെറാപ്പിയാണ് യൂസ് ചെയ്യുന്നത്. സെലക്റ്റീവ് സെറോട്ടനിൻ റീഅപ്ടേക്ക് ഇൻഹിബിറ്റേഴ്സ് ആണ് മെഡിസിനൽ ട്രീറ്റ്മെൻറ്റായി കൊടുക്കുന്നത്. മെഡിസിൻസും തെറാപ്പീസും പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് ഒരു സപ്പോർട്ട് സിസ്റ്റം കൂടി ഉണ്ടാവുന്നത്. സെൽഫ് കെയർ പ്രാക്ടീസസും സ്ട്രെസ് മാനേജ്മെൻറ്റും ഒക്കെ ഇതിന് സഹായിക്കും. ആൻഡ് ഓൾവേസ് റിമെമ്പർ, സീക്കിംഗ് ഹെൽപ്പ് ഈസ് ദി സൈൻ ഓഫ് സ്ട്രെങ്ത്. നിങ്ങളോ നിങ്ങളുടെ കൂട്ടുകാരോ നിങ്ങളുടെ റിലേറ്റീവ്സോ OCD ആയിട്ട് സ്ട്രഗിൾ ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു റീച്ച് ഔട്ട് ഫോർ ഹെൽപ്പ്. താങ്ക് യു ഫോർ ലിസണിങ്. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.